ഹായ് ഹലോ അസ്സലാമലൈക്കും. നൂഹ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, ഇവിടെയും സുഖമാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ കുക്കിങ്ങൊന്നും അല്ല കേട്ടോ. എല്ലാവരും ഒന്ന് കണ്ട് നോക്കുക, കണ്ടിട്ട് അഭിപ്രായമൊക്കെ താഴെ കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. അപ്പം അത് നമ്മൾ ഇവിടെ അല്ല, മലപ്പുറം വീട്ടിലാണ് കേട്ടോ. അപ്പം ഇനി നമ്മൾ പിന്നെ ഇതിൻ്റെ ഫുള്ള് നല്ല കറക്റ്റായിട്ടുള്ള വീഡിയോ ഇൻഷാ അല്ലാ നമ്മൾ വെക്കേഷന് ഇപ്പോൾ ക്രിസ്മസിന് പൂട്ടുമ്പോൾ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇടണ്ട്. അപ്പം ഇന്ന് കുറച്ച് വീഡിയോസൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പം അതെന്താണെന്ന് ചോദിച്ചാൽ അത് നമ്മൾ കമ്മലിൻ്റെ ബാക്കിലുണ്ടല്ലോ ചങ്കീരി, ഞങ്ങളവിടെയൊക്കെ ചങ്കീരി അറിയും, ഇവിടെയൊക്കെ പിന്നെ ആണി അറിയും. അപ്പോൾ അവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ അതാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് കേട്ടോ. അപ്പം അതിനുള്ള ഓരോരോ സംഗതികളാണ് ഈ കാണിച്ചണൊക്കെ ഞാൻ പറഞ്ഞു തരാം. പിന്നെ അവിടെ എല്ലാവരും സ്വർണ്ണക്കമ്മൽ വാങ്ങുമ്പോൾ അതിൻ്റെ ബാക്കിൽ സ്വർണ്ണത്തിൻ്റെ തന്നെ ആണി കേട്ടോ. പക്ഷെ എല്ലാവരും അത് മാറ്റി അത് മുറുകൂല എന്നും പറഞ്ഞാണ് ഇങ്ങനെ ഈ ചെമ്പിൻ്റെ ചങ്കീരിയാണ് കേട്ടോ ഇടുക. അപ്പം ഇത് ആണ് അവിടെ എല്ലാവരും ഒരു ഒട്ടുമിക്ക ആളെ കാതിലെ കമ്മലിനും ബാക്കിൽ ഈ ചങ്കീരിയാവും. ആ നാട്ടുകൂടിയൊക്കെ അങ്ങനെയാണ് കേട്ടോ. ചങ്കീരി നമ്മൾ വാങ്ങിയതുണ്ടെങ്കിൽ തന്നെ അത് നമ്മൾ മാറ്റി വെക്കും, എന്നിട്ട് ഇതാണ് ഇട്ട് കൊടുക്കുക, അത് നല്ല മുറുകൊന്നും പറഞ്ഞാണ്ട്. അപ്പോൾ അതിനുള്ള സംഭവമാണ് അതിൻ്റെ ഈ അടപ്പ് മാരത്തെ സാധനമാണ് ഇപ്പോൾ ഈ നിരത്തി വെച്ചത് കണ്ടത് കേട്ടോ. ഇനി അതിക്ക് നമ്മൾ ഇപ്പോൾ ഈ കൂട്ടിന് കാണുന്നത് പറഞ്ഞാൽ അതിൻ്റെ ഒരു കാരം, ഒരു പൊടിയാണ്. ആ പൊടിക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചങ്ങാണ്ട് അത് ഒന്നിങ്ങോട്ട് കുറുക്കിയ പോലെ ആക്കും. എന്നിട്ട് പിന്നെ ഒരു പിന്നെ സ്റ്റീലിൻ്റെ ഒക്കെ പോലത്തെ ചെറിയ തുണ്ട് കഷ്ണങ്ങൾ ഇട്ടുങ്ങാണ്ട് നല്ലോണം ഇളക്കി കൊടുക്കും കേട്ടോ. അതാണ് ഈ സാധനം. ഇത് ഞാനിതിൻ്റെ ലാസ്റ്റ് കുറച്ചും കൂടി വ്യക്തമായി കാണുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ ആക്കിയിട്ട് അത് ഈ പ്ലക്കർ വെച്ചങ്ങാണ്ട് അതിൽ നിന്ന് ഒന്നെടുത്തിട്ട് ഈ ചട്ടിമാരുടെ സാധനത്തേക്ക് ഇങ്ങനെ തുറന്ന് വെച്ച ഭാഗത്തേക്ക് കമത്തിയല്ല ഇങ്ങനെ വെച്ചിട്ട് അതിക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കും. അപ്പോൾ ഈ ഇങ്ങനത്തെ പലക ഒരു 4-5 മെബൽ ഇതേപോലെ നിരത്തും കേട്ടോ. ഇങ്ങനെ നിരത്തി വെച്ചിട്ട് അതിക്ക് പിന്നെ ഇങ്ങനെ പൊടി ഓരോന്ന്, ഇതിന് പൊടി ഇടുക എന്നാട്ടോ പറയാം. അപ്പം അങ്ങനെ ഇട്ട് കൊടുക്കും. അങ്ങനെ ഓരോന്നും ഇട്ട് നിറക്കും കേട്ടോ. എന്നിട്ട് പിന്നെ ഇതിപ്പോൾ നമ്മളെ താമസിക്കുന്ന വീട്ടിലാണ് വെച്ചങ്ങാണ്ടാണ് ഇപ്പോൾ ഇത് ഇടുന്നത്. അനുജത്തിയും നാത്തൂനുമാണ് കേട്ടോ. അപ്പോൾ ഈ ഇത് കഴിഞ്ഞോലത് ഗ്യാസുമ്മ വെച്ചാണ് ചൂടാക്കി ഉരുക്കി അതിൽ കാല് വെച്ച് ഉറപ്പിച്ചത്. അതാണ് ഇപ്പോൾ ഈ കാണുന്നത്. അത് നമ്മളെ പഴയൊരു വീടുണ്ട് കേട്ടോ മേലെ. ആ വീട്ടിൽ താമസമൊന്നുമില്ല, അത് വെറുതെ ഒഴിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ആ വീട്ടിലാണ് വലുത് ചെയ്യൽ. നാത്തൂനും കൂടിയാണ് ഇപ്പോൾ ഇത് ചെയ്യണത്. അതായത് എൻ്റെ അനിയത്തിയും നാത്തൂനും ആങ്ങളുടെ ഭാര്യ, അങ്ങനെ ഒരു രണ്ടാളും കൂടി കേട്ടോ. അവിടെ വേറൊരു നാത്തൂനും കൂടി ഉണ്ട് ആ വീട്ടിലല്ല, മാമാൻ്റെ മരുമോള്. ഓലെ വീട്ടിൽ വെച്ച് അങ്ങനെ ഓലൊക്കെ വീട്ടിൽ വെച്ചൊരു വരുമാനമാണിത്. സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു 10 രൂപ എന്ന് വിചാരിച്ച് ഉണ്ടാക്കുന്നവർക്കൊക്കെ സുഖമാണ്. അപ്പോൾ ഇതിനുള്ള ഗ്യാസും സാധനങ്ങളൊക്കെ ഇതിൻ്റെ മുതലാളി കൊണ്ടുവന്ന് കൊടുക്കും. അപ്പോൾ അത് എത്ര എണ്ണം ഉണ്ടാക്കിയാൽ ഇത്ര രൂപ എന്നൊക്കെ ഉണ്ട്. അതൊക്കെ ശരിക്കും അറിയൂല. ഇതിൽ ഉണ്ടാക്കൽ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായിരിക്കുന്നു. പക്ഷേ ഇതിൻ്റെ കറക്റ്റ് പൈസയൊക്കെ എത്രയെന്നുള്ളതൊന്നും ഇപ്പോൾ ഓർമ്മയില്ല. എന്തായാലും ഇപ്പോൾ ഇതൊരു വീട്ടിലിരുന്നൊരു വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വീട്ടിലുള്ള എല്ലാ പരിപാടികളും ഒക്കെ കഴിഞ്ഞ് ചോറും കറിയൊക്കെ വെച്ച് വെന്ത് പിന്നെ കുളിച്ചാതെയാണ് കയറും. എന്നിട്ട് പിന്നെ അവർ ഉച്ചക്ക് ചോറ് തിന്നാൻ ഇറങ്ങുമ്പോൾ കുളിയും കഴിഞ്ഞ് ചോറും തിന്നിട്ട് വേണമെങ്കിൽ പിന്നെ സമയം ഉണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഉണ്ടാക്കാം. അങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ ഇവർ ചെയ്യൽ. ഇപ്പോൾ ഇവർക്ക് മാസത്തിൽ രണ്ടാക്കും കുറച്ചൊക്കെ കുഴപ്പമില്ലാത്ത രീതിക്ക് വരുമാനമാണ്. കുട്ടികൾ എന്തെങ്കിലുമൊക്കെ ആവശ്യപ്പെട്ടാൽ വാങ്ങാൻ ഓൽക്കായിട്ട് ഓലത് കണ്ടോ ഇങ്ങനെയാണ് വരും. ഇത് ഉരുക്കി കഴിഞ്ഞാൽ കണ്ടോ, ഇതാണ് അതിൻ്റെ ആണി കേട്ടോ. കറക്റ്റായിട്ട് കാണുന്നുണ്ടോ? ഇനിയിപ്പോൾ ഇതൊക്കെ ശരിക്കും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്തൊരു വീഡിയോ, അടുത്തല്ല അതേപോലെ വെക്കേഷനിലൊക്കെ പോകുമ്പോൾ ഞാൻ കറക്റ്റായിട്ട് ഓരോന്നെടുത്ത് ശരിക്കും കാണിച്ചിട്ടുണ്ട്. ഇത് മക്കൾ എടുത്ത് വിട്ട് തന്നൊരു പിന്നെ വീഡിയോ ആയതുകൊണ്ടാട്ടോ. ഇതിങ്ങനെ ഓരോന്ന് പെറുക്കി വെച്ചങ്ങാണ്ടാണ് അത് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാ അങ്ങനെ പിന്നെ വീണ്ടും വേറൊരു വീഡിയോ ചെയ്യാം.
ഈ വീഡിയോ തന്നെ കുറേ ആളൊന്നും കാണാതെ അങ്ങനെ ആകുമ്പോൾ പിന്നെ നമുക്ക് വീണ്ടും ഇടാൻ തോന്നൂലല്ലോ. അപ്പം അങ്ങനെ വേണം കാണണം എന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ഇടാം. ഇങ്ങനെ ഒരുപാട് നടക്കും കേട്ടോ. ഞാനൊക്കെ ചെന്നാലും ഇതിങ്ങനെ നിരത്തി കൊടുക്കാൻ ഞാൻ കൂടലുണ്ട്. പക്ഷേങ്കിൽ അത് ആ ഉരുക്കണ സംഗതി ഉരുക്കാൻ ചെന്ന് നിന്നാൽ ഞാൻ ഉരുക്കിയോ കഴിഞ്ഞാൽ ഈ സാധനം തന്നെ ഉണ്ടാവില്ല, എല്ലാം പാടെ ഉരുണ്ട് ഒരു കട്ടയാവും കേട്ടോ. അത് അതിന് ഒരു കൂട്ടലും കുറക്കലൊക്കെ അറിയണം. ഇതാണ് ഞാൻ ആ പറഞ്ഞ പൊടി. ഈ സാധനമാണ് ആ ഉരുകിങ്ങാണ്ട് ഒരു പൊടി ഇടൂലേ, വേറൊരു പൊടിയും കൂടിയും കൂട്ടിയാണ്ട് ഈ സാധനത്തിൽ ഇട്ടുങ്ങാണ്ടാണ് അത് അതിമ ഒട്ടിച്ചണത് കേട്ടോ. അതാണ് ഗ്യാസും ഒട്ടിച്ചത്. ഇവിടെ ഇങ്ങനത്തെ പരിപാടിക്കൊന്നും ഗ്യാസ് വേണ്ട. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണ്. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുള്ളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതാണ് അതിൻ്റെ കാരം. ആ സാധനമാണ് പൊന്നുരിക്കണ സാധനം. അപ്പോൾ പെണ്ണുങ്ങൾക്കും തട്ടാമ്പണി അറിയാം എന്നുള്ളതിനൊരു തെളിവാണ് ഇട്ടത്. ഇതൊരു തട്ടാമ്പണി തന്നെയാണ്, ഉരിക്കണ പരിപാടിയല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ട് വീടുകളും അവിടുത്തെ വീടിൻ്റെ ഹോം ടൂറും അതിൻ്റെ ഒപ്പം ഇതുമൊക്കെ കാണിച്ചുകൊണ്ട് നമ്മളെ അവിടെ എല്ലാ സംഗതികളൊക്കെ വെച്ച് നമുക്ക് വീഡിയോ ഒക്കെ ഇടണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ പിന്നെ എന്തൊക്കെയുണ്ട്, ഇവർ രണ്ടാളും ഇതുമ്പോൾ തന്നെ ഇവർക്ക് കുട്ടികളും മക്കളെയും ശല്യങ്ങളൊന്നുമില്ലേ, ഒരു കുഴപ്പമൊന്നുമില്ല. ചെറിയ കുട്ടി അറിയുന്നത് 10ാം ക്ലാസ് പഠിച്ചാണ്. പിന്നെ ഉമ്മ വാപ്പ ഓൽക്കൊന്നും നമ്മളൊന്നും അങ്ങോട്ട് എടുത്തു കൊടുക്കൊന്നും വേണ്ട, ഒക്കെ എല്ലാവരും എടുക്കും. പിന്നെ വലിയ രണ്ടാളും വീട്ടിലത്തെ പണിയൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞാൽ വലിയ ഫ്രീ അല്ലേ, അപ്പോൾ അങ്ങനെ എടുക്കണതാണ് കേട്ടോ. അപ്പോൾ ഇത് ആ ഭാഗത്ത് കൂടെയൊക്കെ ഉണ്ട്, ഈ ഭാഗത്ത് കൂടെ ഒന്നും ഇല്ലാതെ തോന്നുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്നാണ്ട് ഉണ്ടാക്കുകയും ചെയ്യാം, 10 റുപ്യ വരുമാനം കിട്ടുകയും ചെയ്യും. പക്ഷെ ആ ഭാഗത്തൊക്കെ അയാൾ കൊണ്ടുവന്ന് കൊടുക്കും, അയാൾ തന്നെ ഇത് വാങ്ങി കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ എണ്ണം കൊടുക്കണം, അങ്ങനെയൊക്കെയാണ് തോന്നുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരും വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.